ചന്ദ്രികയിലും കുന്തിരികയിലും അളിയുന്ന ചന്ദ്രകാന്തങ്ങൾ. ചന്ദ്രകാന്തം, ചന്ദ്രകാന്തക്കല്ല് അല്ലെങ്കിൽ മൂൺസ്റ്റോൺ എന്ന രത്നത്തിൽ നിലാവ് പതിക്കുമ്പോൾ സുതാര്യമായ ആ കല്ലിൽ നേർത്ത നീല നിറത്തിലുള്ള മനോഹരമായ വർണ്ണരാജി നമുക്ക് കാണുവാൻ സാധിക്കും. ഇത് കണ്ടിട്ടാണ് കവി ഇങ്ങനെ എഴുതിയത്. എന്നാൽ ചന്ദ്രികയുടെ ആദ്യ പദത്തിൽ 10 സെക്കൻഡിലധികം സമയം നിർനിമേഷനായി സൂക്ഷിച്ച് പട്ടിനോട്ടം നോക്കുകയോ തട്ടുകയോ മുട്ടുകയോ തലോടുകയോ പിടിക്കുകയോ ചെയ്യുന്നവരുടെ മേലും ഇളം നീല കളറിലുള്ള ഒരു രാശി നമുക്ക് കാണുവാൻ സാധിക്കും. അങ്ങനെ ഞരമ്പൻ എന്ന ഓമനപ്പേര് വീഴും, BNS 75 അടക്കമുള്ള വകുപ്പ് വീഴും. അതുകൊണ്ട് ചന്ദ്രികയിൽ നിന്നും അകലം പാലിക്കുന്നതാണ് എന്തുകൊണ്ടും നമുക്ക് നല്ലത്. നീല ലോഹിതദാസൻ നാടാർ മുതൽ മാമുക്കോയ വരെയുള്ളവർ ഈ നീലപ്രകാശത്തിൽ തട്ടി വിജൃംഭിച്ചവരാണ്. അതുപോലെ കുന്തി പരാമർശത്തിൽ കുന്തി കുത്തി വീണവർ ബോച്ചെ മാത്രമല്ല നിരവധി കുന്ദേശ്വരന്മാരും ഉണ്ട്. ആയിരക്കണക്കിന് വർഷത്തിനിപ്പുറവും തൻ്റെ കുന്തിയെടുത്ത് ഉന്തിക്കൊണ്ട് നടക്കുന്നവന്മാരെ കണ്ട് കുന്തിദേവ് പോലും കുതുകുത ചിരിച്ചത്രേ. കുന്തം പോയാൽ കുടത്തിലും തപ്പണം എന്ന് പോലും ഇനി നോക്കിയും കണ്ടുമേ പറയാവൂ. ആളും തരവും ഒക്കെ നോക്കി മാത്രമേ മൊഴിയാവൂ. കുന്തി ഇടിച്ചു വീണവരിൽ ഏതെങ്കിലും വ്യവസായികൾ മാത്രമോ സിനിമാക്കാർ മാത്രമോ ആണോ ഉള്ളത്? അല്ല, സമസ്ത മേഖലകളിലും ഉള്ള മനുഷ്യമൃഗങ്ങൾ ഈ അടിവല്ലിൽ വീണിട്ടുണ്ട്. ന്യായാധിപന്മാർ മുതൽ അഭിഭാഷകർ വരെ, DGP മുതൽ AR ക്യാമ്പിലെ പറാവുകാരൻ വരെ, മുൻപ് DGPയെ വരച്ച വരയിൽ നിർത്തിയ ചന്ദ്രിക വരെ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് നാം മറക്കരുത്. ഡോക്ടർമാർ മുതൽ അറ്റൻഡർമാർ വരെ. ചന്ദ്രികയിൽ അലിഞ്ഞ ഒരു ചന്ദ്രകാന്തൻ റിമാൻഡിൽ പോയെങ്കിലും KGMOയുടെ നേതാവായി ആളിവിടെയുണ്ട്. അതുപോലെ കോട്ടയം മെഡിക്കൽ കോളേജിൽ ICU പീഡനം നടത്തിയ ചന്ദ്രനും ഇപ്പോഴും സർവീസിലുണ്ട് എന്ന് നാം ഓർക്കണം. തീർന്നില്ല. IAS ഓഫീസർമാർ മുതൽ ക്ലാസ് 4 ജീവനക്കാർ വരെ, ആംഡ് ഫോഴ്സസ് ഉദ്യോഗസ്ഥർ മുതൽ സിപ്പോയി വരെ, ശാസ്ത്രജ്ഞന്മാർ മുതൽ ലാസ്കർ വരെ, ബിഷപ്പന്മാർ മുതൽ പാതിരിപ്പാമ്പുകളും ഫ്ലാച്ചർമാരും വരെ, മന്ത്രിമാർ മുതൽ പഞ്ചായത്ത് മെമ്പർമാർ വരെ, അങ്ങനെ ചന്ദ്രികയിൽ അലിഞ്ഞ ചന്ദ്രന്മാർ ധാരാളമുണ്ട് ഇവിടെ. നിലത്തൊന്ന് നിന്ന് ചെയ്തത് പോരാഞ്ഞ് വിമാനത്തിൽ കയറി സീറ്റിനിടയിലൂടെ ചന്ദ്രികയെ സ്പർശിച്ച മുൻമന്ത്രി ജോസഫ് രക്ഷപ്പെട്ടത് തൻ്റെ കൈ പണ്ട് മുതലേ പൊങ്ങുന്നതല്ല എന്ന് ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് കൊടുത്തത് കൊണ്ട് മാത്രമല്ല, ഭാര്യയുടെ സത്യവാങ്മൂലവും കൊണ്ടാണ്. അതിൽ പിന്നെ ജോസഫ് സാറ് ആ പാട്ട് പോലും പേടിച്ച് പാടുന്നത് നിർത്തി എന്നാണ് തൊടുപുഴക്കാർ സാക്ഷ്യപ്പെടുത്തുന്നത്. അതുകൊണ്ട് ആരും എപ്പോൾ വേണമെങ്കിലും ചന്ദ്രികയിൽ ഇടിച്ച് കുത്തി വീഴാം. കാരണം നമ്മൾ മനുഷ്യ മൃഗങ്ങളാണ്. മനുഷ്യമൃഗങ്ങൾ. ഇത് ചിരിക്കാതെ 2 മാസം പോലും തികയാത്ത സ്വന്തം ചോരയിൽ കുറഞ്ഞ പെൺകുഞ്ഞിന്റെ നഗ്നത കാണുമ്പോൾ പുരുഷത്വമുണരുന്ന ആ പിഞ്ചുകുഞ്ഞിനെ പ്രാപിക്കുന്ന പിതാക്കന്മാരായ മനുഷ്യമൃഗങ്ങൾ എത്രയോ വാർത്തകൾ പുറത്തു വന്നിരിക്കുന്നു. ആരാണ് പറഞ്ഞത് മനുഷ്യനാണ് ഏറ്റവും മസ്തിഷ്ക വികാസം പ്രാപിച്ച മൃഗമെന്ന്? അനാട്ടമിയും ശരീരശാസ്ത്രവും വർഷങ്ങളെടുത്ത് പഠിച്ച, മനുഷ്യ ശരീരഭാഗങ്ങൾ കണ്ടുമടുത്ത ഡോക്ടർമാർ പോലും സഡേഷനിൽ മയങ്ങിക്കിടക്കുന്ന രോഗികളെ, വൃദ്ധയായ സ്ത്രീയെ ലൈംഗികമായി ദുരുപയോഗം ചെയ്യുന്നു. അപ്രകാരം തിയേറ്ററിൽ ഒരു വൃദ്ധയെ ലൈംഗികമായി പീഡിപ്പിച്ച 65 വയസ്സുകാരനായ മെഡിക്കൽ സൂപ്രണ്ടിനെ ആശുപത്രിയുടെ മുതലാളി ക്യാബിനിൽ വിളിച്ചു വരുത്തി ചെവിക്കലിനടി കൊടുത്ത് ആശുപത്രിയിൽ നിന്നും പറഞ്ഞു വിടുന്നതിന് ദൃക്സാക്ഷിയായിരുന്നു ഞാൻ. ശസ്ത്രക്രിയയ്ക്കായി അനസ്തേഷ്യയിൽ മയങ്ങിക്കിടക്കുന്ന സ്ത്രീകളുടെ സ്വകാര്യ ഭാഗങ്ങൾ മൊബൈലിൽ പകർത്തുന്ന ഡോക്ടർമാരെ എനിക്കറിയാം. പരിശുദ്ധാത്മാവിനെ വിറപ്പിച്ച് വെളിപ്പുറത്തെത്തിക്കുന്ന ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മഠത്തിലെത്തി 14 തവണ പല പല പൊസിഷനുകളിൽ മഠത്തിലമ്മയുമായി കൂതാശ നടത്തി. അത് ഞങ്ങൾ കട്ടുനിന്നതല്ല, ഞങ്ങൾ പരസ്പര സഹകരണത്തോടെയാണ് നടത്തിയത് എന്ന് അഫിഡവിറ്റ് കോടതിയിൽ നൽകിയത് കണ്ട് ജഡ്ജി പോലും ചിരിച്ചുപോയി. ജഡ്ജി ചിരിച്ചത് ഇര ഇപ്പോഴും കന്യകയാണെന്നുള്ള ആ അഫിഡവിറ്റ് കണ്ടാണ്. അഭയ കേസിലെ പ്രതിയായ മഠത്തിലമ്മ പാതിരികൾ ചന്നം ഭിന്നമാക്കിയ കന്യാചർമ്മം കൃത്രിമമായി വെച്ച് പിടിപ്പിക്കുവാൻ ഹൈബനോപ്ലാസ്റ്റി നടത്തിയെന്ന് കണ്ടെത്തി റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചത് ITV ന്യൂസ് പുറത്തുവിട്ടിരുന്നു. നടൻ ജഗദീഷിന്റെ ഭാര്യ ഫോറൻസിക് സർജനായിരുന്ന ഡോക്ടർ രമയായിരുന്നു ആ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചത്. ഞാൻ ഇത്രയും ദീർഘമായി പറഞ്ഞത് പദവികളിലും വിദ്യാഭ്യാസ യോഗ്യതകളിലും സാമ്പത്തികത്തിലും യാതൊരു കാര്യവുമില്ല. മനുഷ്യൻ ആത്യന്തികമായി മൃഗമാണ് എന്ന യാഥാർത്ഥ്യം നാം എപ്പോഴും ഓർത്തിരിക്കണം എന്ന് ഓർമ്മിപ്പിക്കുവാൻ വേണ്ടി മാത്രമാണ്. അവൻ ഏതു വലിയ വിദ്യാഭ്യാസ യോഗ്യതകൾ ഉള്ളവനായിക്കൊള്ളട്ടെ,
എത്ര വലിയ പദവികൾ വഹിക്കുന്നവനായിക്കൊള്ളട്ടെ, സാംസ്കാരിക വകുപ്പ് മന്ത്രിയുമായിക്കൊള്ളട്ടെ, സ്പേസ് ഷട്ടിൽ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആയിക്കൊള്ളട്ടെ, കോടീശ്വരനായിക്കൊള്ളട്ടെ, എത്ര വലിയ ആത്മീയനും മനുഷ്യദൈവവുമായിക്കൊള്ളട്ടെ, അവൻ മനുഷ്യ മൃഗമാണ് ആത്യന്തികമായി എന്ന് മനസ്സിലാക്കുക. ഏതാനും മാസം പ്രായമായ കുഞ്ഞിനെ പോലും പ്രാപിക്കുവാനുള്ള ആ മൃഗവാസന നമ്മളിൽ ഉണ്ടെന്ന് മനസ്സിലാക്കുക. അവനവൻ്റെ വിദ്യാഭ്യാസവും വളർന്ന കുടുംബ സാമൂഹിക സാംസ്കാരിക ചുറ്റുപാടുകളും നിയമത്തോടും നാട്ടുകാരോടുമുള്ള ഭയം കൊണ്ടാണ് അവൻ ഒരു പരിധിവരെ അടങ്ങി നിൽക്കുന്നത്. ഇവിടെ 24 മണിക്കൂറത്തേക്ക് യാതൊരു നിയമവും ആർക്കും ബാധകമല്ല, കോടതിയും പോലീസുമില്ല, ആർക്കും ഇഷ്ടമുള്ള പോലെ ചെയ്യാം, യാതൊരു കാരണവശാലും കേസുകൾ എടുക്കില്ല, സ്വകാര്യത ഉറപ്പാക്കുവാൻ വൈദ്യുതിയും വിച്ഛേദിച്ച് ഇരുട്ടാക്കുവാൻ പോവുകയാണ് എന്ന് പ്രഖ്യാപിച്ചാൽ ഇവിടെ എന്ത് സംഭവിക്കും എന്ന് മാത്രം ആലോചിച്ചാൽ മതി, നമ്മൾ ആരാകും എന്ന് മനസ്സിലാകും. കൂടുതൽ കാട് കയറി ചിന്തിക്കുകയൊന്നും വേണ്ട. അതുകൊണ്ടാണ് പണ്ടുണ്ടായിരുന്ന കാരണവന്മാർ ചില അടക്കങ്ങളും ഒതുക്കങ്ങളും ഒക്കെ നമുക്ക് വേണമെന്ന് വാശി പിടിച്ചിരുന്നത്. മൃഗവാസനയെ ഉണർത്തുന്ന വസ്ത്രധാരണം പാടില്ല എന്ന് പറഞ്ഞിരുന്നത്. കാരണം മനുഷ്യമൃഗത്തിൻ്റെ വിചാരവികാരങ്ങൾ സ്വിച്ചിട്ട് നിയന്ത്രിക്കാവുന്നതല്ല. അവസരം കിട്ടിയാൽ അത് പുറത്തു ചാടും. വരുന്നിടത്ത് വെച്ച് കാണാം എന്ന് ചിന്തിക്കും. പിന്നീട് എന്തെങ്കിലും ചെയ്തിട്ടോ കാര്യമുണ്ടോ? ഹോമോ എന്ന ജനുസിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏക ജീവിയാണ് മനുഷ്യൻ. മനുഷ്യൻ്റെ ശാസ്ത്രീയ നാമം ഹോമോസാപ്പിയൻസ് എന്നാണ്. ഭൂമിയിലെ ജീവികളിൽ ഏറ്റവും കൂടുതൽ മസ്തിഷ്ക വികാസം പ്രാപിച്ച ജീവികളാണ് നമ്മൾ എന്നാണ് വെപ്പ്. അതുപോലെ ഭൂമിയിലെ ജീവികളിൽ വിവേചന ബുദ്ധിയുള്ള ഏക ജീവിയും മനുഷ്യനാണെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് നമുക്ക് അമ്മപെങ്ങന്മാരെ തിരിച്ചറിയുവാൻ സാധിക്കുന്നതും പാരിസ്ഥിതിക ദുർബല പ്രദേശങ്ങൾ വസ്ത്രം ധരിച്ച് മറക്കണം എന്ന തോന്നൽ ഉളവാകുന്നത്. ഏതെങ്കിലും ഒരു എരുമയ്ക്ക് തൻ്റെ അകിട് കാണാതിരിക്കാൻ ബ്രാ ഇടണമെന്നോ സ്വകാര്യ ഭാഗം മറിച്ച് നല്ലൊരു പാൻറ്റി ഇടണമെന്നോ തോന്നാറുണ്ടോ? ഇനി നമ്മൾ ബലമായി പിടിച്ച് ഒരെണ്ണം ഇട്ടുകൊടുത്താൽ പോലും അതത് ഇട്ടുകൊണ്ട് നടക്കുമോ? അപ്പോൾ മറക്കേണ്ടുന്നത് മറയ്ക്കാതെ തുറന്നു കാണിച്ചുകൊണ്ട് നടക്കുമ്പോൾ ഓർക്കുക, അത് മൃഗവാസനയാണ്, മസ്തിഷ്കത്തിന് വികാസം അത്ര വന്നിട്ടില്ലാത്തത് കൊണ്ടാണ് എന്ന്. എരുമയുടെ അകിടിൽ നമ്മളൊന്ന് നോക്കിയാൽ എരുമയ്ക്ക് നാണം വല്ലവും വരുമോ? ആൾക്കുരങ്ങിൽ നിന്ന് പരിണമിച്ചതാണ് മനുഷ്യവർഗം എന്നാണ് ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തം അഥവാ തിയറി ഓഫ് ഇവല്യൂഷൻ പറയുന്നത്. ചിരിക്കാതടാ കേക്ക് പറയുന്നത്. അതുപോലെ സംസ്കൃത പദമായ മനുവിൽ നിന്നാണ് മനുഷ്യൻ എന്ന മലയാള പദം ഉണ്ടായത്. മനു എന്നത് മന അഥവാ മനസ് എന്ന മൂലപദത്തിൽ നിന്നാണ് ഉരുത്തിരിഞ്ഞിരിക്കുന്നത്. മനനം ചെയ്യാൻ കഴിവുള്ളവൻ എന്നർത്ഥത്തിലും മനുഷ്യൻ എന്ന വാക്കിനെ പരിഗണിച്ചു വരുന്നു. ഇതിലെല്ലാം ഉപരി ഓരോ മതവും മനുഷ്യന്റെ ഉൽപ്പത്തിയെക്കുറിച്ച് വ്യത്യസ്തമായ രീതിയിൽ പ്രതിപാദിക്കുന്നുണ്ട്. അതിന് ശാസ്ത്രീയമായ യാതൊരു പിൻബലവും ഇല്ലെങ്കിലും മതവിശ്വാസികൾ ഇത്തരം കഥകളിൽ വിശ്വസിക്കുന്നുമുണ്ട്. ദൈവം ആകാശവും ഭൂമിയും മറ്റ് ജീവജാലങ്ങളെ എല്ലാം സൃഷ്ടിച്ചതിന് ശേഷം തൻ്റെ പ്രതിച്ഛായയിൽ മനുഷ്യനെ സൃഷ്ടിച്ചു എന്നാണ് യഹൂദ ഗ്രന്ഥമായ തോറയിൽ പറയുന്നത്. അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ പ്രതിച്ഛായയിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ പിന്നെ എങ്ങനെയാണ് പാദ്രിയെന്നോ പണ്ഡിതനെന്നോ വ്യത്യാസമില്ലാതെ മൂത്രക്കുഴിയിൽ വീണു പോകുന്നത് എന്നതിനും ന്യായീകരണമുണ്ട്. വിലക്കപ്പെട്ട കനി കടിച്ചു പറിച്ച് തിന്നതുകൊണ്ടാണത്രേ ആദിപാപം ഉണ്ടായത്. ദൈവം ഫിറ്റ് ചെയ്ത് വിട്ടിരിക്കുന്ന സൂത്രങ്ങൾ കൊണ്ട് ഇങ്ങനെയുമൊക്കെ പ്രയോജനങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാക്കിയത് വിലക്കപ്പെട്ട കനി ഭക്ഷിച്ചത് കൊണ്ടാണത്രേ. അന്ന് ആദാം അത് കഴിച്ചില്ലായിരുന്നുവെങ്കിൽ നാം വെറുതെ ഇതും തൂക്കിയിട്ടുകൊണ്ട് നടന്നേനെ. ഇനിയും തുടർന്നാൽ ഞാൻ കാട് കയറി കാക്കനാട് ജയിലിൽ ബോബിക്ക് കൂട്ടുപോകേണ്ടി വരുമെന്നതുകൊണ്ട് നിർത്തിപ്പോവുകയാണ്. അവസാനമായി ഇത്രയുമേ ഓർപ്പിക്കുവാനുള്ളൂ. നാം എന്തൊക്കെ വിദ്യാഭ്യാസ യോഗ്യതകൾ ഉണ്ടെങ്കിലും പദവികൾ ഉള്ളവരാണെങ്കിലും മനുഷ്യമൃഗങ്ങൾ ആണെന്ന ബോധം ഉള്ളിലുണ്ടാവണം. അതോടൊപ്പം ബുദ്ധിവികാസം സംഭവിച്ച് അമ്മപെങ്ങന്മാരെ തിരിച്ചറിയുന്നവർ ആണെന്ന തലത്തിൽ എത്തിയവരാണെന്നുമുള്ള ആ ബോധവും നമുക്കുണ്ടായാൽ ആക്രമിക്കുവാൻ തോന്നിയാലും അടക്കിപ്പിടിച്ചു പോകുവാൻ നമുക്ക് സാധിക്കും എന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നു. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.